തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22 23 വചനത്തെക്കുറിച്ച് നമുക്കിന്ന് ധ്യാനിക്കാം. വചനം ഇപ്രകാരമാണ്: കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. സ്നേഹമുള്ളവരെ, പഴയ നിയമത്തിൽ വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഒരുപക്ഷെ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു വചനഭാഗം ഇതുതന്നെയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല. അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. ലോകത്ത് വരുന്ന 5 ലക്ഷത്തോളം വരുന്ന അൾത്താരുകളിൽ ഓരോ പ്രഭാതത്തിലും വിരിയുന്ന ആ സ്നേഹത്തിൻ്റെയും കരുണയുടെയും പേരല്ലേ പരിശുദ്ധ കുർബാന. ഈശോ വാഗ്ദാനം ചെയ്തു, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സജീവ സാന്നിധ്യമായി ഈശോ ഇന്ന് നമ്മോട് കൂടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന കൂദാശകളുടെ കൂദാശയാണ് പരിശുദ്ധ കുർബാന. 2-ാം വത്തിക്കാൻ സൂനകദോസ് പഠിപ്പിക്കുന്നുണ്ട്, പരിശുദ്ധ കുർബാന, ദിവ്യ കുർബാന എന്ന് പറയുന്നത് ഒരു കത്തോലിക്കൻ്റെ ജീവിതത്തിലെ ആത്മാവും അന്തസത്തയുമാണ്, ആത്മാവും ജീവനുമാണ്. എക്ലേസിയ ദി യൂക്രിസ്തിയ എന്ന പ്രബോധനത്തിൽ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പഠിപ്പിക്കുന്നുണ്ട്, സഭ പരിശുദ്ധ കുർബാനയാൽ കെട്ടിപ്പടുക്കേണ്ട ഒന്നാണ്. എന്നാണോ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഒരു മകനോ മകളോ വ്യതിചലിക്കുന്നത്, അന്ന് സഭ തകരും. ആദിമ നൂറ്റാണ്ടിൽ അപ്പസ്തോലന്മാർ അവർ ഒരുമിച്ച് കൂടി ഈ അപ്പമൊരിക്കൽ ശുശ്രൂഷ ചെയ്തു എന്ന് നാം വായിക്കുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ. ഈ അപ്പമൊരിക്കൽ ശുശ്രൂഷയും ഈ കുർബാന തന്നെയാണ് അവരുടെ ജീവിതത്തെ പരസ്പരം സ്വാധീനിച്ചതും പങ്കുവയ്ക്കുവാനും സ്നേഹിക്കുവാനും അവരെ പഠിപ്പിച്ചതും. വിശുദ്ധനായ ജത്രൂദിനോട് ഈശോ ഒരിക്കൽ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പ്രകാരം പറഞ്ഞു, ജത്രൂദേ, നീ എൻ്റെ മക്കളോട് പറയുക, അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എത്ര തവണ പരിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ പങ്കെടുക്കുന്നുവോ, എത്ര തവണ ഭക്തിയോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുവോ, അത്രയും വിശുദ്ധരെ അവരുടെ മരണസമയത്ത് ആ ആത്മാക്കളെ ശുശ്രൂഷിക്കുവാനും പരിരക്ഷിക്കുവാനും ഞാൻ പറഞ്ഞയക്കുമെന്ന്. കേട്ടുകൊണ്ടിരിക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിൽ എത്ര തവണ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഭക്തിപൂർവ്വം പങ്കെടുത്തിട്ടുണ്ടായിരിക്കും? വിശുദ്ധയായ മാർഗരറ്റ് മേരി അലക്കോക്ക് ഇപ്രകാരം പറയുന്നുണ്ട്, പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനായി നഗ്നപാതയായി തീക്കനലിന്മേൽ നടക്കേണ്ടി വന്നാലും അതൊരു മഹാഭാഗ്യമായി ഞാൻ പരിഗണിക്കുമെന്ന്. ഇതൊരു സ്നേഹമാണ് പരിശുദ്ധ കുർബാനയോട്. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഈശോയെ, ആ താക്കോൽ പഴുതിനോട്, സക്രാരയുടെ ആ താക്കോലിനോട് എനിക്ക് അസൂയ തോന്നുന്നു. എന്തെന്നാൽ ആ താക്കോൽ പഴുതിലൂടെ താക്കോല് ഈശോയെ ഉറ്റുനോക്കുവാനായിട്ട് താക്കോലിന് കഴിയുന്നുണ്ടല്ലോ എന്നുള്ളത്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ കൂദാശയാണ്. ആ സ്നേഹത്തിൻ്റെ കൂദാശയിൽ ഒന്നാകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. നമുക്കറിയാമല്ലോ, ദിവ്യകാരുണ്യത്തിൻ്റെ വിശുദ്ധ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ പ്രത്യക്ഷപ്പെട്ട് പ്രകാരം പറയുന്നുണ്ട്, ഫൗസ്റ്റീനെ, എനിക്ക് എൻ്റെ മക്കളെക്കുറിച്ച് ഓർത്ത് ഒരു വലിയ ദുഃഖമുണ്ട്. ഫൗസ്റ്റീനോട് ചോദിച്ചു, എന്താണ് ഈശോയെ അങ്ങയുടെ ദുഃഖം? ഈശോ പറഞ്ഞു, ഈ ദിവ്യകാരുണ്യത്തിൽ ജീവനുള്ള ഞാനുണ്ട് എന്ന് ഇന്ന് പലരും വിശ്വസിക്കുന്നില്ല. അവരൊരു അപ്പക്കഷ്ണം പോലെയാണ് എന്നെ സ്വീകരിക്കുന്നത്. അത് സ്വീകരിച്ചു പോയി അവർ എന്തുമാത്രം പാപമാണ് ചെയ്യുന്നത്. ഈ ദിവ്യകാരുണ്യത്തിന് ജീവനുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നില്ല. നീ നിൻ്റെ ജീവിതം കൊണ്ട് അവരത് തെളിയിക്കണം, പറയണം, പ്രഘോഷിക്കണം, ദിവ്യകാരുണ്യമായ ഈശോയ്ക്ക് ജീവനുണ്ടെന്ന്. ദൈവശാസ്ത്രത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, ദ റിയൽ പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവ് ഈശോ മിശിഹായുടെ യഥാർത്ഥമായ സാന്നിധ്യം പരിശുദ്ധ കുർബാനയിലുണ്ടെന്ന്. ഉദാഹരണത്തിന് നമുക്കറിയാമല്ലോ, നമ്മൾ എത്രമാത്രം ബോധ്യത്തോടും അറിവോടും വിശ്വാസത്തോടും കൂടി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുവോ അത്രമാത്രം ഈശോ നമുക്ക് അനുഭവവേദ്യമാകും. യാത്ര ചെയ്യുമ്പോൾ, വാഹനത്തിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന യാത്രക്കാരൻ നമ്മൾ അടുത്തിരിക്കുന്നുണ്ട്,
ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ ചൂട് നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ ആ വ്യക്തി പലപ്പോഴും ആരാണെന്ന് നമ്മൾ ചോദിക്കുന്നില്ല. ആ വ്യക്തി എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് നമ്മൾ ചോദിക്കുന്നില്ല. എന്നാൽ ആ വ്യക്തി നമ്മുടെ അടുത്തുണ്ട്. ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദേവാലയത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ, പരിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ, ഈശോ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി എൻ്റെ ചാരത്തിരിക്കുന്നത് പോലെ ഈശോ എൻ്റെ ചാരത്തിരിപ്പുണ്ട്. ഈശോൻ്റെ ചാരത്തിരിപ്പുണ്ട്. ഞാൻ എന്തുമാത്രം ഇവനുമായി സമ്പർക്കം ചെലുത്തുവാനായിട്ട് എൻ്റെ സമയം ഉപയോഗിക്കുന്നുവോ, എത്രമാത്രം ഇവനെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുവോ, അത്രമാത്രം ഇവൻ ഞാനുമായി അടുക്കും. സ്നേഹമുള്ളവരെ, ഈശോയായിട്ട് കുറച്ചുകൂടെ അടുക്കുവാൻ, പരിശുദ്ധ കുർബാനയിൽ കുറച്ചുകൂടെ തീക്ഷ്ണമായി പങ്കെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപയാണ് ഈ കാലഘട്ടത്തിൽ വേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. ഒരാഴ്ച 7×24 168 മണിക്കൂറുണ്ട് ഒരാഴ്ച. ഈ 168 മണിക്കൂറിൽ കത്തോലിക്ക തിരുസഭ അനുശാസിക്കുന്നത് ഞായറാഴ്ച കുർബാനയിലെങ്കിലും പരിപൂർണമായി പങ്കെടുക്കണമെന്നാണ്. ധ്യാനം കൂടിയ ഒരു വ്യക്തി ധ്യാനം കൂടാൻ വന്നപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, വലിയ വിശ്വാസമൊന്നുമില്ല അല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പള്ളിയിലെ കമ്മിറ്റി അംഗമാണ്, കൈക്കാരനാണ്. ഞാൻ അയാളോട് ചോദിച്ചു, താങ്കൾ വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ കുർബാനയിൽ പങ്കെടുത്തിട്ട് എത്ര നാളായി? അദ്ദേഹം പറഞ്ഞു, സത്യമാണച്ചാ, പലപ്പോഴും കമ്മിറ്റി അംഗവും കൈക്കാരനൊക്കെ ആയതുകൊണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യാൻ സഹായിക്കുക, അല്ലെങ്കിൽ കണക്ക് നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് പലപ്പോഴും എൻ്റെ ശ്രദ്ധ. ഒന്നുകിൽ കുർബാന തുടങ്ങിയതിന് ശേഷമായിരിക്കും ഞാൻ പള്ളിക്കകത്ത് കയറുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ മിക്കവാറും സമാപന ആശീർവാദത്തിന് നിൽക്കാറില്ല, കുർബാന സ്വീകരിച്ച് പുറത്ത് പോകാറ് പതിവ്. അദ്ദേഹം ആ ധ്യാനം കൂടി പോയപ്പോൾ തീരുമാനിച്ചൊരു വലിയ തീരുമാനം എന്ന് പറയുന്നത് ഇതാണ്, അച്ഛാ, ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, ഞങ്ങൾ പരിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് 10 മിനിറ്റ് മുൻപ് പള്ളിയിലുണ്ടാകും, പ്രാർത്ഥിക്കും. മുഴുവൻ കുർബാനയിലും പങ്കെടുത്തതിന് ശേഷമാണ് ഇനി പരിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി പോവുകയുള്ളൂ എന്ന് അയാൾ പറയുക. എൻ്റെ ജീവിതത്തിൽ ധ്യാനം കൂടി ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഈ വ്യക്തിയുടെ സാക്ഷ്യമാണ്. പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കുക. പ്രിയ മകനെ, മകളെ, നിൻ്റെ കുടുംബം ഇന്ന് അനുഗ്രഹിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ആഴ്ചയിൽ 168 മണിക്കൂർ ഉണ്ടായിട്ട് ഒരു 2 മണിക്കൂർ ഞായറാഴ്ച ദിവസം പരിപൂർണമായി മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് കത്തോലിക്കരാണ്? പിന്നെ എന്താണ് നമ്മുടെ വിശ്വാസം? എവിടെയാണ് നമ്മുടെ വിശ്വാസം? ബാക്കി എല്ലാത്തിനും നമുക്ക് സമയമുണ്ടല്ലോ, പരിശുദ്ധ കുർബാനയ്ക്ക് സമയമില്ല. കുർബാനയിൽ ഈശോ ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര തവണ സംശയിച്ചിട്ടുണ്ട് ഈശോ പരിശുദ്ധ കുർബാനയിൽ ഉണ്ടോ ഇല്ലയോ എന്ന്? ആന്ധ്രയിൽ നടന്ന ഒരു സംഭവ പ്രകാരമാണ്. പരിചയമുള്ള ഒരു സിസ്റ്ററാണ്. ഈ സിസ്റ്റർ, ആന്ധ്രയിൽ നമുക്കറിയാമല്ലോ, വല്ലാത്ത ചൂടാണ്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് വല്ലാത്ത 45-50 ഡിഗ്രി വരെ ചൂട് വരും. ഭവന സന്ദർശനത്തിനിടയ്ക്ക് ഈ സിസ്റ്റർ ഒരു വീട്ടിൽ കയറി ചെന്നു. സ്ഥിരമായി പോകുന്ന വീടാണ്, ആ ഗ്രാമങ്ങളൊക്കെ അറിയാവുന്നതാണ്. ആ വീട്ടിൽ കയറി ചെന്ന് ദാഹിക്കുന്നുണ്ടായിരുന്നു. വീട്ടുകാർ വിളിച്ചു, അവരൊന്നും കേട്ടില്ല, അവർ പറമ്പിലോ മറ്റായിരുന്നു. കട്ടിലിൻ്റെ അടുത്ത് ഇരിക്കുന്ന ജീരകവെള്ളം ശ്രദ്ധയിൽപ്പെട്ടു. ഒരു കുപ്പിയിലാണ്, നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയിൽ ജീരകവെള്ളം, മഞ്ഞ കളറുള്ള ജീരകവെള്ളം ഇരിക്കുന്നുണ്ട്. സിസ്റ്ററിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സിസ്റ്റർ ഉടനെ, ദാഹമല്ലേ, ആ ജീരകവെള്ളം എടുത്ത് ഒരു കവിൾ തൻ്റെ വായിലേക്ക് കമഴ്ത്തി. വായിൽ ഉൾക്കൊണ്ടതിന് ശേഷമാണ് സിസ്റ്റർ മനസ്സിലാക്കിയത് അത് ജീരകവെള്ളമല്ലായിരുന്നു, അവർ എന്തോ ആവശ്യത്തിന് വേണ്ടി എടുത്തു വെച്ച ആസിഡായിരുന്നു. ഈ അറിവിൽ പെട്ടെന്ന് സിസ്റ്റർ ആ ആസിഡ് വായിൽ നിന്ന് അങ്ങ് തുപ്പി. ഇതിനകം സിസ്റ്ററിൻ്റെ വായ അങ്ങ് വല്ലാതെ പൊള്ളി. നാവ് നമ്മൾ ഇറച്ചി വേവിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ വെന്ത് അണ്ണാക്കിനോട് ഒട്ടി ഇരുന്നു. മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും വെന്ത് നല്ല വലുപ്പത്തിൽ, മുഖം അങ്ങോട്ട് നീര് വെച്ച് പെട്ടെന്ന് അങ്ങ് വീർക്കുകയാണ്. സിസ്റ്ററിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആദ്യത്തെ ആശുപത്രിയിലെത്തിയപ്പോൾ അവർ പറഞ്ഞു, ഇത് ആത്മഹത്യാ ശ്രമമാണ്, ഇവിടെ ഞങ്ങൾ ഈ കേസ് എടുക്കില്ല. ഉടനെ അവർ അടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞത് ആത്മഹത്യാ ശ്രമമാണ്, ആസിഡ് കുടിച്ച് മരിക്കാൻ ശ്രമിച്ചതാ, ഇവിടെ ഞങ്ങൾ ഈ സഹോദരിയെ എടുക്കത്തില്ല. ഗ്രാമസ്ഥർ പലരും ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, ഇല്ല, ഈ സഹോദരിയെ ഞങ്ങൾക്കറിയാം, ഇങ്ങനെ അബദ്ധം സംഭവിച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾ തിരസ്കരിക്കരുത്. അങ്ങനെ ഒരു ആശുപത്രിയിൽ ഈ സിസ്റ്ററിനെ അഡ്മിറ്റാക്കുകയാണ്. ഡോക്ടർമാർ ചികിത്സിച്ചു. മാറി ചികിത്സിച്ചിട്ട് ഡോക്ടർമാർ അവസാനം പറഞ്ഞ പ്രകാരമാണ്, സിസ്റ്ററിൻ്റെ മുഖമോ സിസ്റ്ററിൻ്റെ നാവോ പൂർവ്വസ്ഥിതിയിലാകുമോ എന്ന് പറയുവാൻ ഞങ്ങൾക്ക് കഴിയില്ല, കുറച്ച് കാലമെടുക്കും സൗഖ്യപ്പെടുവാനായിട്ട്.
ഇനി അഥവാ കുറച്ച് കാലം എടുത്താൽ തന്നെയും പ്ലാസ്റ്റിക് സർജറി നമ്മൾ എന്തായാലും ചെയ്യേണ്ടതായിട്ട് വരും. പ്ലാസ്റ്റിക് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ പൂർവ്വസ്ഥിതിയിലാകുമായിരിക്കും. എന്തായാലും മുറിവ് കരിയട്ടെ എന്ന് പറഞ്ഞ് അവർ സിസ്റ്ററിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് മഠത്തിലേക്ക് പറഞ്ഞയച്ചു. സിസ്റ്ററിൻ്റെ മുഖം വികൃതമായെന്ന് സിസ്റ്ററിൻ്റെ കൂടെ വന്ന സിസ്റ്റർമാരെല്ലാവരും അറിഞ്ഞു. ഉടനെ മദർ പറഞ്ഞു, ദേ ഈ സിസ്റ്ററിനെ ആശുപത്രിയിൽ നിന്ന് മഠത്തിലേക്ക് കൊണ്ടുവരികയാണ്. ദയവ് ചെയ്ത് മഠത്തിലുള്ള കണ്ണാടി ചില്ലുകളെല്ലാം എടുത്തു മാറ്റണം. സിസ്റ്റർമാർ ആ കോൺവെൻറ്റിൻ്റെ മുറികളിലുള്ള എല്ലാ കണ്ണാടികളും എടുത്തു മാറ്റി. എന്തെന്നാൽ ഈ സിസ്റ്ററിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വികൃതമായ മുഖം കണ്ട് ആത്മഹത്യയ്ക്ക് അങ്ങനെ ഒരുമ്പെട്ടാലോ. സിസ്റ്റർ വന്നു. സിസ്റ്ററിന് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. സിസ്റ്ററിന് അറിയാം, വേദനയുണ്ട്, പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. സിസ്റ്റർ തൻ്റെ മുറിയിൽ കയറി. കണ്ണാടിയിൽ തൻ്റെ മുഖം കാണണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി നോക്കിയപ്പോൾ പരിധി നോക്കി, കണ്ണാടികളൊന്നും അവിടെയില്ല. സിസ്റ്റർ തൻ്റെ ബാത്റൂമിൽ പോയി പണ്ടെങ്ങോ പൊട്ടിയ ഒരു കണ്ണാടിയുടെ ചില്ല് ബാത്റൂമിലെ ജനലിൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കണ്ണാടി ചില്ലെടുത്ത് ഒന്ന് നോക്കി, ഇത് തൻ്റെ മുഖം തന്നെയാണോ? സിസ്റ്ററിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സിസ്റ്റർ അവിടെ ഇരുന്ന് കരഞ്ഞു എന്നാണ് പറയണേ. കർത്താവിനോട് ചോദിച്ചു, ദൈവമേ, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ട് ഈ ഭീകരമായ മുഖം എനിക്ക് തരാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഇനി ഈ മുഖം വെച്ച് ഞാൻ എങ്ങനെയാ ഈ ജനത്തിനിടയിലേക്ക് നിന്റെ സുവിശേഷ വേല ചെയ്യുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുക? എന്നെ കാണുന്നവർ മുഴുവനും പേടിച്ച് ഓടിപ്പോവില്ലേ? സിസ്റ്റർ അങ്ങനെ നിലവിളിച്ചു എന്നാണ് പറയണേ. ഒരുപക്ഷെ ആദ്യമായിട്ട് കണ്ണുനീരോടുകൂടി കർത്താവിനോട് പ്രാർത്ഥിച്ചു അത്രേ. പിറ്റേ ദിവസം മഠത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് അച്ഛൻ വന്നു. അപ്പോൾ അവള് സിസ്റ്റർ മദറിനോട് പറഞ്ഞു, മദർ എനിക്ക് കുർബാന സ്വീകരിക്കണം. മദർ പറഞ്ഞു, അവൾ ഇവിടെ ഇരുന്നാൽ മതി, പള്ളിയിലേക്ക് വരണ്ട, ആ മുഖം ഇനി അച്ഛൻ കാണണ്ട. എന്നിട്ട് മദർ പരിശുദ്ധ കുർബാന സിസ്റ്ററിന് കൊണ്ടുപോയി കൊടുത്തു. സിസ്റ്റർ പറഞ്ഞു, ഈശോയെ, നീ കുർബാനയിൽ ജീവിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. വേദനിക്കുന്ന നാവിൽ, വെന്തുരുകിയ നാവിൽ സിസ്റ്റർ ദിവ്യകാരുണ്യം കൊണ്ട് ഉൾക്കൊണ്ടു. ദിവ്യകാരുണ്യം ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ സിസ്റ്ററിന് വല്ലാത്തൊരു പ്രകാശം സിസ്റ്ററിന് പൊതിയുന്നതായിട്ട് സിസ്റ്റർക്ക് അനുഭവപ്പെട്ടു. സിസ്റ്ററിനോട് ആരോ മന്ത്രിക്കുകയാണ്, നിനക്ക് വിശക്കുന്നില്ലേ? അരിഭക്ഷണം കഴിച്ചിട്ട് 2-3 ദിവസമായില്ലേ? നിനക്ക് വിശക്കുന്നില്ലേ എന്നുള്ള ചോദ്യത്തിൻ്റെ പിറകിൽ സിസ്റ്റർ, ഉവ്വ് എനിക്ക് വിശക്കുന്നുണ്ട്. പയ്യെ അടുക്കളയിലേക്ക് പോയി. തലേ ദിവസത്തെ ചോറിരിക്കുന്നുണ്ടായിരുന്നു, അതെടുത്ത് തിന്നാനായിട്ട് തുടങ്ങി. ഇത് കണ്ടിട്ടാണ് കുർബാനയ്ക്ക് ശേഷം മറ്റ് സഹോദരിമാർ വരുന്നത്. അവർ പറഞ്ഞത്, കർത്താവ് ഇവളെ സ്പർശിച്ചിട്ടുണ്ട്. ഇന്നലെ വരെ ഭക്ഷണം കഴിക്കാതിരുന്നവള് നാവ് വെന്തുരുകി ഇവളതേ എന്ന ചോറുണ്ട് തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് വല്ലാത്ത ആനന്ദമായി. പിറ്റേ ദിവസം സിസ്റ്റർ പറഞ്ഞു, എനിക്ക് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. അപ്പം മദർ പറഞ്ഞില്ല, ഇടവകയിൽ പോകാനായിട്ട് പറ്റില്ല, നിന്റെ മുഖം ഇപ്പോഴും ശരിയായിട്ടില്ല. പ്രിൻഷാമ പറഞ്ഞിരിക്കുന്നത് നിന്നെ ഇവിടുന്ന് എങ്ങോട്ടും വിടരുതെന്ന. അവസാനം സിസ്റ്റർ പറഞ്ഞു, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് അനുവാദം തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സന്യാസം ഉപേക്ഷിച്ച് പോവുകയാണ്. അവർ അനുവാദം കൊടുത്തു. ആ സിസ്റ്ററിനെ പള്ളിയിൽ പോകുവാനായിട്ട് അനുവാദം കൊടുത്തു. അവരെല്ലാവരും ഒരുമിച്ച് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. സ്നേഹമുള്ളവരെ, അന്ന് അവിശുദ്ധ ബലിയിൽ സിസ്റ്റർ കരഞ്ഞുകൊണ്ട് പങ്കെടുക്കുകയാണ്. അവൾ പറഞ്ഞു, ഈശോയെ, നീ ഇന്നലെ എൻ്റെ ചാരത്ത് വന്നു, നീ തന്നെയല്ല എന്നോട് പറഞ്ഞത് പരിശുദ്ധ കുർബാനയിൽ നീ ഉണ്ട് എന്ന്. ഞാൻ വിശ്വസിക്കുക കേട്ടോ. സിസ്റ്റർ ഒന്ന് വിശ്വസിച്ചു. സ്നേഹമുള്ളവരെ, അച്ഛനത് കണ്ട് സാക്ഷ്യപ്പെടുത്തുക. 3 ദിവസം അടുപ്പിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ചു. ആ സിസ്റ്ററിനെ ആര് കണ്ടാലും ഇങ്ങനെ ഒരു അപകടം സംഭവിച്ച സിസ്റ്ററാണെന്ന് പറയില്ല. സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്റർ, ഡോക്ടർമാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഏത് ആശുപത്രിയിലാണ് ചികിത്സിച്ചത്? ഏത് ഡോക്ടറെ പ്ലാസ്റ്റിക് സർജറി ചെയ്തത്? ആ സിസ്റ്റർ പ്രകാരം പറഞ്ഞു, കർത്താവിൻ്റെ ആശുപത്രിയിൽ. പരിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുക, കുർബാനയിൽ ഞാനുണ്ടെന്ന് നീ വിശ്വസിക്കുക, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ഞാനുണ്ടെന്ന് നീ വിശ്വസിക്കുക, നിന്നെ ഞാൻ സുഖപ്പെടുത്തും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 53-54 വചനങ്ങളിൽ പറയുന്നില്ലേ, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. നിത്യജീവൻ മരണത്തിന് ശേഷമല്ല, ഇവിടെയും നിങ്ങൾ ജീവിക്കും. ഏത് പ്രതിസന്ധിയിലും കർത്താവ് കൂടെ ഉണ്ടാകും. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈ ഒരു ഊർജ്ജം നമുക്കുണ്ടാകണം. ഒരു അഗ്നിയുടെ ചാരത്തിരിക്കുന്ന പോലെയാണത്. ദിവ്യകാരണത്തിന് മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ ഈശോയുടെ ആ ചൂട് നമുക്ക് തരുന്നുണ്ട്. നിങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ ഇടവക ദേവാലയത്തിലോ
അടുത്തുള്ള ആശ്രമ ദേവാലയത്തിലോ എവിടെയെങ്കിലുമൊക്കെ പോയി ദിവ്യകാരുണ്യത്തിന് മുൻപിൽ ഒന്ന് സ്വല്പസമയം ഇരിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചു നോക്കിക്കേ. അച്ഛൻ ഉറപ്പ് തരികയാണ്. അവിടെ കർത്താവ് നിങ്ങളെ സ്പർശിക്കും. കർത്താവ് പറയും, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന്. ഒരിക്കൽ ജയിലിൽ കഴിയുന്ന 2 വൈദികരുടെ സംഭവം കേട്ടത് ഓർക്കുകയാണ്. അനാവശ്യമായ ഏതോ ഒരു കാരണത്തിന് അവർ ജയിലിലടച്ചിരിക്കുക. നമുക്കറിയാമല്ലോ, അച്ഛന്മാർക്ക്, പ്രത്യേകിച്ച് ഇടവകയിൽ ജോലി ചെയ്യുന്ന അച്ഛന്മാർക്ക് ക്രിസ്തുമസ്, ഈസ്റ്റർ എന്നീ വിശേഷ ദിവസങ്ങളിൽ കുർബാന അർപ്പിക്കണം. കുർബാന അർപ്പിച്ചില്ലെങ്കിൽ വല്ലാത്തൊരു വേദനയാണ്. അപ്പോൾ ഈ അച്ഛന്മാരന്ന് ക്രിസ്മസിൻ്റെ അന്ന് അവർ പറഞ്ഞു, ഇന്ന് എല്ലാവർക്കും TV കാണാനൊക്കെയുള്ള അവസരമുണ്ട്, ഇന്ന് പൊതുവായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ അച്ഛന്മാർ എന്ത് ചെയ്തു? ഇന്ന് ഞങ്ങൾ TV കാണുന്നില്ല. ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുക, ഒരു കുർബാന അർപ്പിച്ചിട്ടില്ല. തോർത്തുമുണ്ടെടുത്ത് ഇവർ ജയിലിൻ്റെ വീതികളിലൂടെ മുറ്റത്തുകൂടെ നടന്ന് പരിശുദ്ധ കുർബാന അന്ന് ഇവർ അർപ്പിക്കുക. കുർബാന പുസ്തകമില്ല, കാസയില്ല, പിലാസയില്ല, അപ്പമില്ല, മുന്തിരിച്ചാറില്ല. അവർ പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് തുടങ്ങി. അന്നാ പെസക തിരുനാൾ എന്നുള്ള പാട്ടുപാടി. കാഴ്ചവെപ്പിൻ്റെ സമയത്ത് പിന്നീട് അച്ഛൻ പറയുക, കാഴ്ചവെപ്പിൻ്റെ സമയത്ത് കാസ ഉയർത്താനായിട്ട് കാസയില്ല, അപ്പം കാഴ്ചവെക്കാനായിട്ട് അപ്പമില്ല. ചുമ്മാ കരങ്ങളങ്ങ് ഉയർത്തി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥന അങ്ങ് ചൊല്ലി. ഓർമ്മകളിൽ നിന്ന് പ്രാർത്ഥനകളൊക്കെ ചെകഞ്ഞെടുത്ത് ഓർത്തോർത്ത് അന്ന് ആ ബലിയർപ്പിച്ചു എന്നാണ് പറയണേ. അവസാനം കുദാശവചനത്തിൻ്റെ സമയത്തും നെഞ്ചോട് കൈവച്ച് അവർ ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്നുള്ള സ്ഥാപക വചനങ്ങളും ഉച്ചരിച്ച് പ്രാർത്ഥിച്ചു. പരസ്പര സമാധാനം കൊടുത്തു. അവസാനം പരിശുദ്ധ കുർബാന അന്ന് തീർന്നു. അവർ ഓസ്തിയും വീഞ്ഞും ഒന്നുമില്ലാതെ അർപ്പിച്ച പരിശുദ്ധ കുർബാനയുടെ പരിവസാനമായി. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ എന്ന പ്രാർത്ഥന ചൊല്ലി തീർന്ന ഉടനെ തന്നെ ജയിൽ മിനിസ്ട്രിയുടെ ഇൻചാർജ് ആയിരുന്ന ഒരു വൈദികൻ അവർക്ക് വിശുദ്ധ കുർബാനയുമായി വന്നിട്ടുണ്ടെന്ന് ജയിൽ അധികൃതർ അറിയിക്കുക. സ്നേഹമുള്ളവരെ, ഈ വൈദികർ പറയുക, ഞങ്ങൾ അപ്പവും വീഞ്ഞുമില്ലാതെ അർപ്പിച്ച വിശുദ്ധ ബലി പോലും കർത്താവ് സ്വർഗത്തിലിരുന്ന് കണ്ടു. കർത്താവ് ആ വിശുദ്ധ ബലിയിൽ കുർബാനയായിട്ട് വന്നു. ഞങ്ങളിങ്ങനെ 2 പേരൂടെ കുർബാന അർപ്പിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് ജയിലിലേക്ക് ഒരു വരാൻ സാധ്യതയില്ലാത്ത ഒരു വൈദികൻ്റെ കരങ്ങളിൽ കുർബാനയായിട്ട് അവിടുന്ന് അവതാരം ചെയ്തു. സ്നേഹമുള്ളവരെ, നീ ആഗ്രഹിച്ച് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്താൽ ദൈവം നിന്നെ സ്പർശിക്കും. ഇന്ന് സാത്താൻ നമ്മളെ ദേവാലയത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും അകറ്റുവാനായിട്ട് കുറേയധികം ഉപാധികൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് 1-2 ഉപാധികൾ എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കാത്ത വിധത്തിൽ നമ്മളെ കൂടുതൽ തിരക്കുള്ളവരാക്കുക. അനാവശ്യ കാര്യം അത്യാവശ്യ കാര്യമാണ് ധരിപ്പിക്കുക. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് പോകാം, കുറച്ചുകൂടെ വന്നിട്ട് കുർബാനയിൽ പങ്കെടുക്കാം, അത്ര സമയം TV കാണട്ടെ, അത്ര സമയം മൊബൈൽ നോക്കിയിരിക്കുക. ഇങ്ങനെ അനാവശ്യ കാര്യങ്ങൾ അത്യാവശ്യ കാര്യമായിട്ട് ചെലുത്താൻ നിങ്ങളുടെ മനസ്സിലേക്ക് കടത്തിവിടും. ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവവിചാരമില്ലാത്ത കുറേ നല്ല പ്രവൃത്തികളിൽ നമ്മളെ അങ്ങ് വ്യാപൃതരാക്കുക. അതായത് പള്ളിയിൽ പോകാൻ പോലും സമയമില്ലാത്ത രീതിയിൽ തിരക്ക്. ഒരു പരിശുദ്ധ കുർബാനയിൽ, മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കാൻ പോലും സമയമില്ലാത്ത തിരക്ക്. കുറേ നല്ല കാര്യങ്ങൾ, ദൈവത്തിന് സ്ഥാനമില്ലാത്ത കുറേ നല്ല കാര്യങ്ങളിൽ അങ്ങനെ നമ്മെ വ്യാപൃതരാക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞായറാഴ്ച സഹിതം നമ്മളെ ജോലി ചെയ്യിപ്പിക്കുക. ഈ ഞായറാഴ്ച ഈ ഒരു ദിവസം കൂടെ ജോലി ചെയ്താലേ നിൻ്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ നിനക്ക് സാധിക്കൂ എന്നങ്ങോട്ട് വരുത്തി തീർത്ത് പരിശുദ്ധ കുർബാന മാറ്റിവെച്ചുകൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു രീതി. ഈ 3 രീതിയും ഇന്ന് വളരെ മനോഹരമായിട്ട് തന്നെ ചെലുത്താൻ പയറ്റുന്ന രീതിയാണ്. പരിശുദ്ധ കുർബാനയ്ക്ക് പ്രത്യേകിച്ച് ദേവാലയത്തിന് അടുത്തുള്ളവരൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഏറ്റവും അവസാനം പള്ളിയിൽ വരുന്നത്. എന്തെന്നാൽ അവർക്ക് മണിയടിക്കുന്നത് കേൾക്കാം. ഇനി ഏതച്ഛനാണ്, വലിയച്ഛനാണോ ചെറിയച്ഛനാണോ കുർബാന ചെല്ലുന്നതെന്ന് കേൾക്കാം. എന്നിട്ട് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ. ഇനി കുർബാന സ്വീകരണം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്ത് പോവുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, ഒരു പക്ഷേ നിങ്ങൾ മരണക്കിടക്കിൽ കിടക്കുന്നവരോടൊന്ന് ചോദിച്ചു നോക്കിക്കേ, അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ?
ഒന്ന് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണം. ഒന്ന് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണം. അത്രത്തോളം പോകണമോ? ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ജത്രൂദിനോട് പറഞ്ഞതുപോലെ എത്ര കുർബാനകളിൽ വിശുദ്ധിയോടും ഒരുക്കത്തോടും കൂടി നമുക്ക് പങ്കെടുക്കുവാനായിട്ട് കഴിയുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലത് തന്നെയാണ്. എന്തെന്നാൽ കത്തോലിക്കാ സഭയിൽ ഇന്ന് യേശു ക്രിസ്തു ജീവിക്കുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണെന്ന് നമ്മൾ അറിയണം. പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ ജീവൻ്റെ ആധാരം. അതുകൊണ്ടല്ലേ ബ്ലാക്ക് മാസ് ഒക്കെ നടക്കുമ്പോൾ അവർ ഈ വാഴ്ത്തിയ തിരുവോസ്തി എടുത്തുകൊണ്ട് പോകുവാനായിട്ട് പരിശ്രമിക്കുന്നത്. ഓസ്തി വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് കടയിൽ നിന്ന് മറ്റോ വാങ്ങിച്ചുകൂടെ, അത് ഉണ്ടാക്കുന്നിടത്ത് വാങ്ങിച്ചുകൂടെ? പക്ഷെ അവർക്കറിയാം ഇത് വാഴ്ത്തിയ ഓസ്തിയിലാണ് ഈശോ കുടികൊള്ളുന്നത് എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ കത്തോലിക്ക ദേവാലയങ്ങളെ ആക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദേവാലയത്തിലേക്ക് അവരുടെ അന്ധവിശ്വാസമുള്ള ആളുകളെ പറഞ്ഞയച്ച് ആ പരിശുദ്ധ കുർബാന എടുത്തുകൊണ്ട് പോയി ആക്ഷേപിച്ച് ബലിയർപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി, ആദരവ് എന്നിവ വർദ്ധിക്കട്ടെ. ഒന്നുറപ്പാണ്, കുർബാന മാറ്റിവെച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും അതിൽ ദൈവാനുഗ്രഹം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ കുർബാനയെ പറഞ്ഞത് ഒന്നുകൂടെ നമുക്ക് ഓർക്കാം. പരിശുദ്ധ കുർബാനയാണ് ഒരു കത്തോലിക്കൻ്റെ ആത്മാവും അന്തസത്തയും. പരിശുദ്ധ കുർബാനയാലാണ് കുടുംബങ്ങൾ പടുത്തുയർത്തേണ്ടത്. പരിശുദ്ധ കുർബാനയാലാണ് സഭ പടുത്തുയർത്തപ്പെടേണ്ടത്. ഇതില്ലാതെ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് നന്മ തമ്പുരാൻ്റെ സ്പർശം ഉണ്ടാകുകയില്ല. കുർബാനയിൽ വാഴുന്ന തമ്പുരാനെ നമുക്ക് ഓർക്കാം. നമ്മൾ എത്രയോ തവണയാണ് ദേവാലയത്തിന് മുമ്പിലൂടെ കടന്നു പോകുന്നത്. എത്രയോ സമയമാണ് നമുക്ക് ഒഴിവ് സമയങ്ങളുള്ളത്. 1 മിനിറ്റോ 2 മിനിറ്റോ, ആഴ്ചയിൽ 1 മണിക്കൂറോ എങ്കിലും ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ തനിച്ചായിരിക്കാൻ നിനക്ക് സാധിക്കുക. ഈശോ മർത്തായുടെയും മറിയത്തിൻ്റെയും ഭവനത്തിൽ കടന്നു വന്നപ്പോൾ ആവശ്യപ്പെട്ടൊരു കാര്യം ഇതാണ്. അനേകം കാര്യങ്ങളിൽ വ്യാപൃതിയായിരുന്ന മർത്തയോട് പറഞ്ഞു, ദേ കാൽച്ചൂട്ടിലിരിക്കുന്ന മറിയത്തെ നോക്കി പഠിക്കുക, അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നല്ല ഭാഗം തിരഞ്ഞെടുക്കുവാൻ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് അനന്തമായതാണ്. അവിടുത്തെ കാരുണ്യത്തിന് അതിരില്ല. വിലാപങ്ങൾ 3:22-23 അഭിഷേകം നമുക്കുണ്ടാകട്ടെ. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവർക്കും പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി, ആദരവ് വർദ്ധിക്കുവാനുള്ള കൃപ കൊടുക്കണമേ. വിശുദ്ധ ഫൗസ്തീനായോട് അങ്ങ് പറഞ്ഞതുപോലെ ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ ജീവനുള്ള ദൈവമായി നീ ജീവിക്കുന്നുണ്ട് എന്ന ബോധ്യം ഈ മക്കൾക്ക് കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ലാസറസിൽ പ്രത്യക്ഷയായ കന്യകയെ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ.